നമസ്കാരം, News.24 സ്വാഗതം. അർജുൻ, ഇന്ന് നമ്മുടെ മുഖ്യമന്ത്രിയെ സംബന്ധിച്ചുള്ളൊരു വിഷയമാണ്. മുഖ്യമന്ത്രി ഭയങ്കര ധാർഷ്ട്യക്കാരനാണ്, ആരെയും കൂസത്തില്ല. മരുമോൻ്റെ വിഷയം വന്നാൽ പോലും അത് മരുമോൻ്റെ വിഷയമല്ല, ത്യാഗത്തിൻ്റെ ഭാഗമായി കിട്ടിയ കാര്യമാണെന്നും മറ്റുള്ളവരോടെല്ലാം ഇപ്പം ചെറ്റേന്ന് വിളിക്കാം, പരനാറയെന്ന് വിളിക്കാം. അദ്ദേഹത്തിൻ്റെ ഓരോ പദപ്രയോഗങ്ങളും ഓരോ തെരഞ്ഞെടുപ്പുകളിലും വിഷയമായിട്ടുണ്ട്. ഒന്ന് പരനാറി പ്രയോഗത്തിലൂടെ നമ്മുടെ എം കെ പ്രേമചന്ദ്രൻ അല്ലേ, അദ്ദേഹത്തിന് നല്ല മൈലേജ് കിട്ടി. പരനാറി TP വധത്തിന് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഗോപാലകൃഷ്ണൻ അത് പിന്നെ കുഴപ്പമില്ല, എടോ ഗോപാലകൃഷ്ണൻ എന്ന് വിളിച്ചാൽ അത്രയൊക്കെ ഉള്ളെന്ന് വായിക്കാം. താമരശ്ശേരി ബിഷപ്പിന് നികൃഷ്ടജീവി അത് അർഹനായ എന്നുള്ള രീതി, അതിന് അർഹമാണെന്നുള്ള രീതിയിലാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരെല്ലാം ഇട്ടത്. പിന്നെ ഇപ്പൊ ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കണം, അതായത് CPM-നകത്തുനിന്ന് ഒരു രക്തസാക്ഷിയായിട്ടുള്ള, അതായത് 18 or 19 വയസ്സുള്ള സമയത്ത് രക്തസാക്ഷിയായിട്ടുള്ള അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനെയാണ് വിളിച്ചത്, ചേറ്റ് ചെയ്തത്. എന്തിനു വേണ്ടിയാ? ഈ പാർട്ടികളിൽ നിന്ന് പുറത്തു പോയവരെ. അതും ഉൾപ്പെടെയല്ലോ, ഒരു ചോദ്യം ചോദിച്ച വ്യക്തിയോട് പറഞ്ഞ ചോദ്യമൊക്കെ വീട്ടിൽ പോയി ചോദിക്കാൻ പറഞ്ഞു. അത് ദർശനത്തിന്റെ ഭാഗം. കടക്ക് പുറത്തു എന്ന് പറഞ്ഞു, മാധ്യമങ്ങളോട് കടക്ക് പുറത്തുനിന്ന് ശക്തമായിട്ട് പറയാം. ഇത് 10 കൊല്ലമായിട്ട് കേരളം കണ്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഇനി ഒരു ടീമും അദ്ദേഹം തന്നെ വരട്ടെ എന്നാണ് കേരളത്തിലെ മുഴുവൻ മാധ്യമ പ്രവർത്തകരും കേരള ജനതയും ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ കൂട്ടായിട്ടുള്ള അഭിപ്രായം. ഇല്ല, അതാകുമ്പോഴത്തേക്ക് കോൺഗ്രസും തകരും, CPM തകരും അല്ലെ. ഒരിക്കൽ കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ആകെ അവശേഷിക്കുന്ന ഒരേ ഒരു സംസ്ഥാനത്താണ് അവശേഷിക്കുന്നത്. കോൺഗ്രസിന് തകർച്ച തന്നെ ആയിരിക്കുമല്ലോ. കോൺഗ്രസിന്റെ തകർച്ച. കോൺഗ്രസ് ഇത്തവണ അധികാരത്തിൽ വന്നില്ലെങ്കിൽ കോൺഗ്രസും ഇല്ലാതായി. അതും നല്ല രസമാണ്. ടീം UDF എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ തന്നെ 3 ദിവസം എടുക്കുന്ന കാഴ്ചയാണ് കണ്ടത്. 3 ദിവസം എടുത്തു. ആ 3 ദിവസം പല നാടകങ്ങളും, ഡൽഹിയിലേക്ക് വണ്ടി കയറാൻ ഒരു സംഭവം, 80 വയസ്സോളം ആവാൻ പോകുന്നു, പക്ഷെ ഓർമ്മ പോലും ഇല്ല. എന്നാലും ഞാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നിട്ട് അടങ്ങത്തോളം എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് നേതാവ്. അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ സ്ഥാനാർത്ഥി ആരാണെന്ന് പോലും അദ്ദേഹം മറന്നുപോയി. അദ്ദേഹം ചോദിക്കുന്നു, ഓക്കെ, നീയാണല്ലേ സ്ഥാനാർത്ഥി, അദ്ദേഹത്തോട് തന്നെ ചോദിക്കുന്നു. അദ്ദേഹമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തീരുമാനിക്കാൻ പോകുന്നത്. അതെ, അദ്ദേഹമാണ് ഇനിയിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ തയ്യാറെടുത്ത് നിൽക്കുന്നത്. അതിനു മുമ്പത്തെ ദിവസമാണ് VD സതീശൻ പറഞ്ഞത് നമ്മൾ ടീം UDF ആണെന്ന് പറഞ്ഞ്. ഈ VD സതീശനും ഈ നമ്മുടെ പിണറായിയെ പോലെ ധാർഷ്ട്യമുള്ള ആളാണെന്നൊക്കെ പറയുന്നുണ്ട്. അത് ഒരുപാട് പേര് വെട്ടി നിരത്തുന്നതും അദ്ദേഹം മിടുക്കനാണല്ലോ. വെട്ടി നിരത്തിയാണോ അദ്ദേഹം പിടിച്ചു നിർത്തിയതാണോ ഈ സംഗതി? അദ്ദേഹം നമ്മുടെ ശശി തരൂരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ശശി തരൂർ ഊതി ഉറപ്പിച്ച ബലൂണാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിപ്പോ ജ്യോതികുമാർ ചാമക്കാലെ കുറിച്ച് യൂത്ത് നമ്മുടെ കൊടിക്കുന്നിൽ സുരേഷ് 2 ദിവസം മുമ്പും ചർച്ച നടത്തിയിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ സതീഷിന്റെ രാഷ്ട്രീയത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും ഉണ്ടല്ലോ. രാഷ്ട്രീയം പറയുമ്പോൾ എല്ലാവരും ഉണ്ട്. കൂടെ നിൽക്കുന്നവരെ തന്നെ തള്ളി പറയും. കോൺഗ്രസിലെ വനിതകളെ എല്ലാം തന്നെ തിരഞ്ഞു പിടിച്ചുകൊണ്ട് പുറത്താക്കാൻ ശ്രമിക്കുന്നു. ഒരു സിമി റോസ്ബൽ ജോൺ എന്ന് പറയുന്ന ഒരു ലേഡി ഉണ്ടായിരുന്നല്ലോ മുമ്പത്തെ. അപ്പൊ മുഖ്യമന്ത്രി പിണറായിയേക്കാൾ വലിയ രാഷ്ട്രീയക്കാരനാണോ VD സതീശൻ? രണ്ടുപേരുടെയും ശൈലി എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ശൈലി പിന്തുടരുന്നതാണെങ്കിൽ VD സതീശൻ ആ ശൈലി തന്നെ തുടർന്നാൽ കേരളത്തിന് മുഖ്യമന്ത്രിയാവാൻ പറ്റുമല്ലോ. അല്ല, പിണറായി ധാർഷ്ട്യക്കാരനായി മാറിയത് കൊണ്ട് കേരളത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായി. കേരള ചരിത്രത്തിൽ തന്നെ കേട്ടോ, കേരള ചരിത്രത്തിൽ തന്നെ ഇങ്ങനെ ഒരേ തവണ അധികാരം കിട്ടിയ ഒരു പാർട്ടിയില്ല വേറെ. അല്ല, അതാണ് പറയുന്നത്. ഇപ്പൊ PV അൻവർക്ക് കഴിഞ്ഞ മുമ്പത്തെ ഒരു വർഷം മുമ്പ് വരെ നമ്മുടെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ, നിലമ്പൂർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ അദ്ദേഹം പറഞ്ഞല്ലോ, പിണറായി വിജയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അര പിണറായി ആണെന്നുള്ളത്. അല്ല, VD സതീശൻ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അര പിണറായി ആണെന്നുള്ളത്. എന്നിട്ട് അതേ പറയുന്ന ഞാൻ ചോദിക്കുന്നതല്ല, ഈ ഭരിക്കാൻ ധാർഷ്ട്യമാണോ നല്ലത്? ഭരിക്കാൻ ധാർഷ്ട്യമാണോ എന്നുള്ളതെന്ന് ഒരിക്കലും നമുക്കൊരു ഹുങ്കും അഹങ്കാരവും എല്ലാം തന്നെ ഈ ഇടതുപക്ഷ നേതാക്കളുടെ ഭാഗത്ത്. അങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ 2 ടീമും ഒരു രാഷ്ട്രീയക്കാരൻ കേരളം ഭരിച്ചത്? അല്ല, അത് പല പശ്ചാത്തലം ഉണ്ടല്ലോ. ഈ പറയുന്ന കോൺഗ്രസ് നിർജീവമാണ്, അതോടൊപ്പം തന്നെ യാതൊരു ശക്തിയും കോൺഗ്രസിന് ഇല്ല. പ്രതിപക്ഷം എന്നുള്ള ഒരു രീതിയിൽ കോൺഗ്രസ് കോൺഗ്രസ് ഉൾക്കൊണ്ടിട്ടുണ്ടോ? അത് ഇപ്പോഴും ഉൾക്കൊണ്ടിട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ ഈ നടത്തിയ സ്ഥാനാർത്ഥി നിർണയവും ഈ MP-മാരായിട്ടുള്ള ഏകദേശം ഒരു 4 പേര് കേരളത്തിൽ മത്സരിക്കാൻ വെമ്പൽ കൊണ്ടതും ഒക്കെ എന്തിന്റെ അത് അവർക്ക് തന്നെ അറിയാം. അതല്ലാതെ വേറെ സ്ഥാനാർത്ഥികളില്ലാന്നറിയാം. ഇപ്പൊ കോഴിക്കോട് അല്ലല്ലോ, സ്ഥാനാർത്ഥികളില്ലാന്നല്ലോ. കോൺഗ്രസിനകത്ത് ഇഷ്ടംപോലെ ചെറുപ്പക്കാർ കിടപ്പോലെ. ഞാൻ അതായത് ഇപ്പൊ കൊടിക്കുന്നിൽ സുരേഷ്, പിന്നെ അടൂർ പ്രകാശ്, അതോടൊപ്പം തന്നെ സുധാകരൻ, പിന്നെ ഒരാളോടുണ്ടല്ലോ, പിന്നെ ഷാഫി പറമ്പിലും MLA ആയി മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അല്ല, ഇതിന്റെ കാരണം എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ കോന്നി മണ്ഡലം പരിശോധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോന്നി പിടിക്കാൻ അടൂർ പ്രകാശിനെ കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ മണ്ഡലം പിടിക്കാൻ കഴിയില്ല. അത് ഉറപ്പിച്ചു വെച്ചോളൂ.
കോന്നി എന്ന് പറയുന്ന മണ്ഡലം പിടിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മത്സരിക്കേണ്ടത് അങ്ങനെയാണ് ഞാൻ കേട്ടത്. ഏഴ് നിയമസഭാ മണ്ഡലങ്ങൾ കൂടുന്നല്ലേ ഒരു ലോക്സഭ വരുന്നത്. അല്ലെ, അതേ ആ ഒരു അതല്ലേ നഷ്ടപ്പെടുത്തുന്നവർ. ഇന്ത്യൻ പാർലമെന്റിൽ പോയിരുന്ന് സംസാരിക്കുന്നതാണോ? ഇവിടുത്തെ കാര്യങ്ങൾ നടപ്പിലാക്കണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിൽ പോണ്ടേ? കേരള നിയമസഭ ഇരുന്നുകൊണ്ട് മാത്രം നടത്താൻ പറ്റും. അപ്പൊ ആ പാർലമെന്റ് സീറ്റ് കളഞ്ഞതിന് ശേഷം എനിക്ക് കേരളത്തിന്റെ ഒരു മന്ത്രി കസേരയാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് നടക്കുന്ന രാഷ്ട്രീയക്കാരനെ എന്തിനാ ഉൾക്കൊള്ളുന്നത്? അല്ല, പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഒരു പാറ്റേൺ എന്നുള്ളത് നമുക്കറിയാലോ. ഭരിക്കുന്നത് BJP ആണ്. ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് മോഡിയും അമിത്ഷായുമാണ്. അത് പാർലമെന്റിൽ സംസാരിക്കാൻ പറ്റത്തില്ല. അല്ല, വെറുതെ ഭരണപക്ഷത്ത് ഇരിക്കാൻ ഈ താല്പര്യമില്ല. കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പറ്റില്ല. അല്ല, പ്രതിപക്ഷത്ത് ഒരു ഡമ്മിയെ പോലെ ഇരിക്കാൻ ഈ കൂട്ടർക്ക് താല്പര്യമില്ല എന്നുള്ളതല്ലേ തെളിയിച്ചത്. പ്രതിപക്ഷം ഇപ്പോഴത്തെ സ്ട്രോങ് അല്ലേ? പ്രതിപക്ഷം എന്ന് പറയുന്നത് നമുക്കറിയാം, പ്രതിപക്ഷത്തെ ഇല്ലായ്മ ചെയ്യാൻ സ്പീക്കർ അവിടെ ശ്രമിക്കുന്നേ ഉള്ളൂ. അത് ഇതുവരെ രാഷ്ട്രത്തിന്റെ ഭാഗമാണ്. ഇന്ത്യ മുന്നണിയൊക്കെ തരിപ്പണമല്ലേ? നമ്മൾ എത്രയൊക്കെ പറഞ്ഞു ഇന്ത്യ മുന്നണിയൊക്കെ തരിപ്പണമല്ലേ? ഒരിക്കലും അല്ല. അതെങ്ങനെയാണ് പറയുന്നത്? ഇപ്പൊ പിടിച്ചു നിർത്തുന്നത് പോലും എപ്പോഴും വിറ്റേരത്. അല്ല, പല സംസ്ഥാനങ്ങളിലേക്ക് നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പ് നമ്മൾ നോക്കി കഴിഞ്ഞാൽ മതിയല്ലോ. അത് എത്രമാത്രം വെച്ചിരിക്കുകയാണ്. എത്രമാത്രം BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു സാധ്യതയാണ് ഈ സംസ്ഥാനങ്ങളിലെല്ലാം നടന്നത്. ഏതൊക്കെ സംസ്ഥാനങ്ങളാണ്? ഇപ്പൊ ഹരിയാനയും മഹാരാഷ്ട്രയും അവിടെയൊക്കെ നടന്നെന്താണ്? അവിടെയൊക്കെ നടന്നെന്താണെന്ന് എടുത്ത് പരിശോധിച്ച് നോക്ക്. ഇന്നൊരു കാര്യം ചെയ്യട്ടെ, ഈ BJPക്ക് ആർജം ഉണ്ടെങ്കിൽ കേരളത്തിൽ ഇന്ത്യയിൽ ബാലറ്റിലൂടെ ഒന്ന് നടത്തിട്ട് ഒരു തെരഞ്ഞെടുപ്പ് 2014 ബാലറ്റിലൂടെ നടന്നിട്ടാണോ? അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇപ്പൊ പറഞ്ഞ് വേറെ വഴിക്ക് പോകണ്ട. ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വീണ്ടും അധികാരത്തിലെത്തിക്കുമോ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം അധികാരത്തിലെത്തിയ CPM-നെ സംബന്ധിച്ചിടത്തോളം ഷുവറായിട്ട് മത്സരിച്ചാൽ വിജയിക്കുന്ന ഒരു 50 മണ്ഡലങ്ങളുണ്ടല്ലോ, അല്ലെ? 50 മണ്ഡലങ്ങളുണ്ട്. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയം പാർട്ടിക്കും അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തിനും ഒക്കെ അനുകൂലമാണെന്നും മൂന്നാമത്തെ തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാനും മുഖ്യമന്ത്രിയായി ഇരിക്കാനും ഏറ്റവും അനുയോജ്യമായ ഘടകം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയുമല്ലേ? അത് നമുക്ക് ഒരു 20 മണ്ഡലങ്ങളാണ് അത് വിധി നിശ്ചയിക്കുന്നത് അങ്ങോട്ട്. കാരണം കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 16,000-ൽ താഴെ വോട്ടുകളുള്ള വോട്ടിന് CPM ജയിച്ചിട്ടുള്ള 20ഓളം മണ്ഡലങ്ങളുണ്ട്. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കി കഴിഞ്ഞാൽ മതി. ഒരുപാട് മണ്ഡലങ്ങളുണ്ട് ഇപ്പോൾ 16,000-ൽ താഴെ ജയിച്ചിട്ടുള്ള. ആ മണ്ഡലങ്ങളിലേക്ക് സ്ഥിതിവിശേഷത്തിനനുസരിച്ചിരിക്കും തുടർഭരണ സാധ്യത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ മണ്ഡലങ്ങൾ വേണമെങ്കിൽ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ ചേർത്തല ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളുണ്ടല്ലോ, പല മണ്ഡലങ്ങളുണ്ടല്ലോ. അപ്പോൾ അവിടെയൊക്കെ 10,000-ൽ താഴെ വോട്ടുകൾക്കാണ് CPM ജയിച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ രാഷ്ട്രത്തിന്റെ ഫലമായി അദ്ദേഹം ആൾക്കാരെ പറഞ്ഞതിന്റെ പേരിൽ ഇപ്പൊ PV അൻവറിനെ പറഞ്ഞിട്ടുണ്ടാവാം, നമ്മുടെ ഇപ്പൊ G സുധാകരനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇവരൊക്കെ ഈ തെരഞ്ഞെടുപ്പിൽ ജയിക്കുമോ? G സുധാകരനൊക്കെ അമ്പലപ്പുഴയിൽ ഉറപ്പായിട്ടും ജയിക്കുകയാണല്ലോ. കാരണം അദ്ദേഹത്തിന് അപ്പോൾ അദ്ദേഹം വിളിച്ച ഈ ചെറ്റപ്രയോഗം അത് സ്വാഭാവികമായിട്ടും CPM-ന്റെ നേതാക്കൾ നടത്തുന്നതാണല്ലോ. MV ഗോവിന്ദനൊക്കെ തന്നെ ഒരിക്കലും ഒരു മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന അത് പറഞ്ഞപ്പോഴാണ് ഈ പിണറായിയുടെ അതേ രാഷ്ട്രീയം MV ഗോവിന്ദൻ അത് മൈക്ക് ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയോട് കൈ തട്ടി മാറ്റുകയല്ലായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. MV ഗോവിന്ദനൊക്കെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അജണ്ട ആയിരിക്കാം അത്. VS അച്യുതാനന്ദനൊക്കെ ഉമ്മൻചാണ്ടിയെ കുറിച്ച് എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? അസഭ്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സിന്ധു ജോയിയെ കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? അതെ, സിന്ധു ജോയിയെ കുറിച്ചൊക്കെ എന്തെല്ലാമാണ് പറഞ്ഞിട്ടുള്ളത്? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണെന്ന് പറയുന്നത്. ധാർഷ്ട്യവും പുച്ഛവും അവഹേളനവും എല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ശൈലിയാണ്. അക്രമവും അതെല്ലാം അവരുടെ ശൈലി തന്നെയാണ്. അതൊന്നും അവർ ഒരിക്കലും മാറ്റാൻ പോകുന്നില്ല. അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയിൽ നിന്ന് ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിനെ നമുക്ക് അങ്ങനെ തന്നെ വ്യാഖ്യാനിക്കുകയും അങ്ങനെ തന്നെ നിലനിർത്തി പോവുകയും ചെയ്യല്ലേ? അത് അത്ര തരത്തിൽ നിലനിർത്തി പോവുക തന്നെയാണ് നല്ലത്. അതൊന്നും ഇനി ഒരിക്കലും മാറാൻ പോകുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ഒരു പ്രവർത്തന ശൈലി എന്ന് പറയുന്നത് അതേപടി തന്നെ നിലനിൽക്കും. അതല്ലാതെ ഒരിക്കലും നമ്മളിപ്പോൾ ഈ പറയുന്ന പോലെ അവരെ തിരുത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഒന്നും തിരുത്തൽ നടക്കുന്ന കാര്യമല്ല.